നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ കടം കൊടുക്കൂ. അല്ലെ, കാരണം എന്താ പറയുക, ഇപ്പൊ ബുദ്ധിമുട്ടി ഒരു രോഗി കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോ ഇത്തിരി മരുന്ന് വേണമെന്ന് തോന്നിയാൽ ഈ കടയിൽ എത്തിയാൽ അങ്ങനെയല്ല സാർ, കടം കൊടുക്കുന്നതും ഒരാളെ കയ്യിൽ കാശില്ലാതെ കൊടുക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഒരാൾ കാശില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളച്ചു ചുറ്റി കാര്യം വളരെ നമുക്കറിയേണ്ടത്, ബുദ്ധിമുട്ടി ഒരു മനുഷ്യൻ വന്നാൽ നിങ്ങൾ അത്യാവശ്യം മരുന്ന് കടം കൊടുക്കുവോ? കടം കൊടുക്കത്തില്ല. ഉണ്ടോ ഇല്ലയോ? കടം കൊടുക്കത്തില്ല. അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കും. സഹായം ചെയ്യും തീർച്ചയായിട്ടും. മാനേജർ പറയട്ടെ, സൗദി അറേബ്യയിൽ നിന്ന് ഒരു നൗഷാദ് ലീവിൽ നാട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ കുട്ടീനെ ഇതാണോ? അതല്ല, ഈ കേസല്ല, മലപ്പുറം ജില്ല വേങ്ങരയിലുള്ള അദ്ദേഹം ചെന്ന് കുട്ടീനെ ഇതിന് പഠിപ്പിക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ചേർത്തു മംഗലാപുരത്ത് കോളേജില്. ആദ്യത്തെ വർഷം ഫീസ് അദ്ദേഹം അടച്ചു. അതിനുശേഷം പുള്ളി പല്ലുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അത് ക്യാൻസർ ആയിരുന്നു. ആ കുട്ടിയുടെ പഠന ചെലവ് പൂർണ്ണമായിട്ടും GCC ഏറ്റെടുത്ത് 3 വർഷത്തെ, അദ്ദേഹം മരണപ്പെട്ടു പോയി. GCC ഏറ്റെടുത്തിട്ട് പൂർണ്ണമായിട്ട് 3 വർഷത്തെ ഫീസ് GCC അസോസിയേഷനാണ് അടച്ചത്. ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള അപ്പൊ നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കടം കൊടുക്കാനുള്ള പ്രൊവിഷൻ കൂടെ ഉണ്ടാക്കണം. സൗജന്യമായി കൊടുക്കും. 20% മുതൽ കടകൂട്ടി പോകൂ. കടവും കൊടുക്കും, ഞങ്ങൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ടല്ലോ. ആവശ്യം 20% മുതൽ 50% വരെ. കടം കൊടുക്കുന്നു ഇപ്പൊ പ്രഖ്യാപിച്ചാൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്ന പിറ്റേ ദിവസം മുതൽ നിങ്ങളുടെ അവിടെ ഉണ്ടല്ലോ കുതിര എടുക്കാനുള്ള ആളുണ്ടാവും. അത് വേണോ? ആ സുവർണാവസരം വേണോ? വേണ്ടല്ലേ? ഓക്കെ സാർ, ആവശ്യക്കാരാണ് സാർ. ആവശ്യക്കാരാണെങ്കിൽ മൈക്ക് കൊടുത്ത് വിളിക്കും. കട പൂട്ടി പോവോ? പൂട്ടി കിട്ടും. നിങ്ങൾ ഏത് രാജ്യക്കാരൻ? ഇവിടുത്തുകാരൻ തന്നെ. ഇവിടുത്തെന്ന് വെച്ചാ മണിയുടെ താമസം? ഇല്ല, ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ, റെഡി.